പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ പറയുവാൻ പോകുന്ന വീഡിയോ നീല, പിങ്ക്, അതുപോലെ തന്നെ മഞ്ഞ, ഈ 3 നിറത്തിലുള്ള റേഷൻ കാർഡ് ഉള്ളവർ മാത്രം കണ്ടാൽ മതി. വെള്ള കാർഡ് ഉടമകൾക്ക് ബാധകമായിട്ടുള്ള അറിയിപ്പുകളല്ല. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. തീർച്ചയായിട്ടും മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പുകൾ പരിശോധിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രാജ്യത്താകമാനം ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് BPL ലിസ്റ്റിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നീല റേഷൻ കാർഡുള്ള ആളുകൾക്കുമാണ്. വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് താരതമ്യേന അങ്ങനെ വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല. പക്ഷേ പുതിയൊരു റേഷൻ കാർഡിന് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ലഭിക്കുന്നത് ഈ ഒരു വെള്ള റേഷൻ കാർഡായിരിക്കും. അതിനുശേഷം മുൻഗണന ലിസ്റ്റിൽ ഒഴിവുള്ളതനുസരിച്ചാണ് ഈ നടപടിക്രമങ്ങൾ അനുസരിച്ച് നമുക്ക് മുൻഗണന പിങ്ക് കാർഡിലേക്ക് മാറ്റം കിട്ടുകയും ചെയ്യും. ഇതിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കറിയാം, നമ്മൾ ഇത് കാർഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർശനമായിട്ടുള്ള നടപടി നേരിടേണ്ടി വരും. ഓപ്പറേഷൻ യെല്ലോ പോലെയുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. മാത്രമല്ല മുൻപ് തന്നെ റേഷൻ കാർഡ് നമുക്ക് സറണ്ടർ ചെയ്ത് മുൻഗണനേതര ലിസ്റ്റിലേക്ക് മാറുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഇലക്ഷനൊക്കെ വരികയാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു ഇലക്ഷൻ കഴിയുന്നതോടുകൂടിയും അതിന് മുമ്പാകെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇലക്ഷൻ വരെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കും വരുന്നത്. അത് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള കടബാധ്യത ഉള്ളതുകൊണ്ട് കർശനമായുള്ള നടപടികൾ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഉണ്ടാകുമെന്ന് ചുരുക്കം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും BPL ലിസ്റ്റിൻ്റെ കാര്യത്തിൽ പരിശോധന കർശനമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്ക്. കൂടാതെ ശ്രദ്ധിക്കണം, നീല റേഷൻ കാർഡ് കൈവശം വെക്കുന്നുണ്ട് എല്ലാവരും. എല്ലാവരുടെയും വിചാരം ഞാൻ BPL ലിസ്റ്റാണ്, പക്ഷേ ഇത് നമുക്ക് ഉയർന്ന വീടുണ്ട്, വലിയ വീടുകളുണ്ട്, അതുപോലെ തന്നെ വാഹനങ്ങളുണ്ട്, സാമ്പത്തിക ശേഷി ഉയർന്നാണ് നീല കാർഡ് കൈവശം വെക്കാം. തെറ്റിദ്ധാരണയാണ്. കർശനമായിട്ടുള്ള പണി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് പിടിച്ചെടുക്കുകയും അതിനുശേഷം പിഴ വരെ ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാവും. നീല റേഷൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡി സാധനങ്ങളുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് വീടുള്ള ആളുകൾ, അതുപോലെ തന്നെ വാഹനങ്ങളുള്ള ആളുകൾ, വീട്ടിലാരെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, വാർഷിക വരുമാനം ഉയർന്നു നിൽക്കുന്ന ആളുകൾ, ഇവരാരും യാതൊരു കാരണവശാലും ഈ ഒരു കാർഡ് കൈവശം വയ്ക്കരുത്. വെള്ളക്കാർഡിലേക്ക് മാറണം. വെള്ളക്കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങളില്ല. അവർക്ക് ആശ്വാസമുള്ള സമയം തന്നെയാണ്. വരുന്ന സമയങ്ങളിൽ ഈ ഒരു ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഭക്ഷ്യധാന്യങ്ങളിൽ വർധന ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. മാത്രവുമല്ല വെള്ളക്കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്ക് അപേക്ഷ വെച്ചുകൊണ്ട് ഇതിലേക്ക് മാറാനൊക്കെയുള്ള, അതായത് മുൻഗണനയിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. മാത്രവുമല്ല ഇനി വരുന്ന സമയത്ത് ഈ വെള്ള കാർഡ് ഉടമകൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ നിർത്തലാക്കാൻ, അതായത് BPL ലിസ്റ്റ് അല്ലാതെ APL ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിർത്തലാക്കാൻ പോലുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ വരെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇത് സർക്കാർ വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.